നന്മ 24ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുണ്ടൽപേട്ടിലും സുന്ദരപാണ്ഡ്യപുരത്തും കാണാറുള്ള സൂര്യകാന്തി, ആ സൂര്യകാന്തി IT നഗരമായ തൃക്കാക്കരയിലും നൂറുമേനി വിളഞ്ഞു. എൻ്റെ മുന്നിൽ കാണാം എന്ത് നല്ല സൂര്യകാന്തി. ഇവിടെ നിൽക്കുന്ന പൂക്കളെല്ലാം കിഴക്ക് വശത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് കാണാം. എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇത് നമ്മൾ സാധാരണ ഇങ്ങനെയൊക്കെ കാണുന്ന കർണാടക, തമിഴ്നാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതൽ ഇങ്ങനെയുള്ള സൂര്യകാന്തി കൃഷികളൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് കാക്കനാട് തുതിയൂർ പ്രദേശമാണ്. കാക്കനാട് ഒരു വിജയൻ, അദ്ദേഹം നല്ലൊരു കർഷകനാണ്. അതുകൂടാതെ നല്ല ഇതുപോലെ കഴിഞ്ഞ ഓണത്തിനൊക്കെ ജമന്തി ഉൾപ്പെടെയുള്ള പൂക്കൃഷികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ കാക്കനാട് എന്ന് പറയുന്ന ഒരു മെട്രോ സിറ്റിയിൽ, അതായത് നോക്കുന്നിടത്ത് എല്ലാം ഫ്ലാറ്റുകൾ, വലിയ കെട്ടിടങ്ങളും ഫ്ലാറ്റുകളൊക്കെയാണ്, അല്ലെങ്കിൽ കമ്പനികളൊക്കെയാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സൂര്യകാന്തി പാടം ഉണ്ടാവും എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇവിടെ വന്ന് നേരിട്ട് കാണുമ്പോഴേ നമുക്ക് ഇതിൻ്റെ ഒരു വിശ്വാസ്യത, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭംഗി, ഇതിൻ്റെ ഒരു മനോഹാരിതയൊക്കെ മനസ്സിലാവുള്ളൂ. ഏതായാലും സൂര്യകാന്തി പൂക്കളുടെ ഇടയിൽ തന്നെ നമ്മുടെ വിജയനും കൂട്ടരും ഇവിടെ ഉണ്ട്. നമുക്ക് വിജയന്റെ അടുത്ത് ചോദിക്കാം. വിജയ, ഇത് ഒരു വ്യത്യസ്ത അനുഭവമായിട്ടാണ് തോന്നുന്നത്. ഒരുപാട് പേര് വന്ന് കണ്ട്, ഒരുപാട് ദൃശ്യ മാധ്യമങ്ങളൊക്കെ വന്ന് കണ്ട് നല്ല ഒരു സന്തോഷം, വളരെ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. നാട്ടുകാരാണെങ്കിലും പുറത്തുള്ളവരായാലും ജില്ലയുടെ പുറത്തുനിന്നവരെയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു വലിയ സന്തോഷമുണ്ട്. അതിൽ എല്ലാവരോടും നന്ദിയുണ്ട്. ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒരു കാഴ്ച ഇവിടെ കാക്കനാടുള്ളവർ, ഈ പരിസരത്തുള്ള ആൾക്കാർ, കൊച്ചിയിലുള്ള ആൾക്കാർ മുഴുവൻ ഇതൊക്കെ ഒന്ന് കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം ഈ ഒരു കാഴ്ച കാണുമ്പോൾ നമുക്ക് മാത്രമല്ല, ഒരു മൈൻഡിനൊരു സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ തിരക്കേറിയ ഒരു ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സന്തോഷം തരും എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു കർഷകന്റെ ഒരു എഫേർട്ടിന്, അദ്ദേഹത്തിന്റെ ഒരു വളരെ മാസങ്ങളായിട്ടുള്ള ഇത് പിന്നെ വിത്തിട്ട് നനച്ച് അങ്ങനെ ഒരുപാട് ഈ ഒരു ലെവലിലേക്ക് എത്തിയതിൻ്റെ ഒരു ഭയങ്കരമായിട്ടൊരു പരിശ്രമം, അല്ലെങ്കിൽ ഒരു കഠിനാധ്വാനം അദ്ദേഹത്തിന് ഇതിൻ്റെ ഒരു പിറകിലുണ്ട്. ആ ഒരു കഠിനാധ്വാനത്തിന്റെ ഫലം നമ്മളെല്ലാവരും വന്ന് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തുള്ള ഒരു ചിരി, അതാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു വിളവ് എന്ന് പറയുന്നത്. 100 മേനി വിളയുന്നത് അദ്ദേഹത്തിന്റെ ഈ ചിരി, അദ്ദേഹത്തിന് നമ്മൾ കാണുമ്പോൾ ഉള്ള ഒരു ചിരി കൂടെയാണ്. അപ്പൊ എല്ലാവരും വന്ന് കാണുക. നല്ല അടിപൊളി കാഴ്ചയാണ്. നിങ്ങൾക്ക് വന്നാൽ എന്തായാലും ഒരു നഷ്ടമാവില്ല. ഏറ്റവും വലിയൊരു നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു അടിപൊളി റിഫ്രഷ്മെന്റ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണിത്. നമ്മുടെ സമൂഹ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് വിഷരഹിതമായിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ള നെൽകൃഷി തന്നെ നമുക്കറിയാം. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ നെൽകൃഷി എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കേണ്ടി വരും. അതുവരെയും ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. അത്രത്തോളം നല്ല രീതിയിലുള്ള കൃഷിയും ഇതുപോലെ പൂക്കൾ അദ്ദേഹത്തിന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം കാര്യമായിട്ടുള്ള തുക കിട്ടില്ല. പക്ഷേ ഈ ആളുകൾ വന്ന് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അതുകൂടാതെ നമ്മുടെ MLA, തൃക്കാക്കര MLA ഉമാ തോമസ് ഒരു ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് കൊടുക്കുകയും ഒരു നല്ലൊരു വേദിയിൽ അദ്ദേഹത്തെ വിളിച്ച് ആദരിക്കുന്ന അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടന്നിരുന്നു. അപ്പൊ അത്രത്തോളം ജനപ്രിയനാണ് വിജയൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ കുറെ കാലമായിട്ട് കഴിവ് തെളിയിച്ച ഒരു കർഷകനാണ്. ഇതിനു മുമ്പ് 6 മാസം മുമ്പ് ഓണത്തിന്റെ സമയത്തായിരുന്നപ്പോൾ ചെണ്ടുമല്ലിപ്പൂക്കളായിരുന്നു ഇവിടെ ഈ പാടം നിറയെ. അപ്പോഴും ഇതുപോലെ ഇതിനേക്കാൾ 100 കണക്കിന് ആൾക്കാർ വന്ന് കാഴ്ചകൾ കാണാനും അതിൻ്റെ ഒരു ഭംഗി, അല്ലെങ്കിൽ ഒരു മനോഹാരിത നേരിട്ട് ആസ്വദിക്കാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇന്നാണെങ്കിൽ പോലും ഒരുപാട് പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് ആൾക്കാരുടെ ഒരു പ്രവാഹമാണ് ഇങ്ങോട്ട്. പ്രഭാത കിരണങ്ങളാണ് ഈ സൂര്യകാന്തി. തൃക്കാക്കരയിൽ മഹാബലിയുടെ നാട്ടിൽ അതിമനോഹരമായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന ഈ മലർവാടികളെ ആർക്കും ആസ്വദിക്കാനായിട്ട് വളരെ മനോഹരമായ ഒരു സായാഹ്നമാണ് ഈ കാണുന്നത്. ഈ ഇന്നത്തെ ഒരു കാലത്ത് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഫ്രഷ് ഫീലാണ്. എന്താ ഭയങ്കര ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ സൂര്യകാന്തി പൂക്കളൊക്കെ കാണണമെങ്കിൽ പിന്നെ എന്താ പറയുക, ഗുണ്ടൽപേട്ട് അങ്ങനത്തെ സ്ഥലങ്ങളിൽ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പോകണമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, അതും കാക്കനാട് പോലത്തെ ഒരു തിരക്കേറിയ പിന്നെ കൃഷിയൊന്നും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇത്രയും ഒരു മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടം അല്ലെങ്കിൽ ഒരു സൂര്യകാന്തി തോട്ടം ഒരുക്കിയിട്ടുള്ളത്. മിക്കവാറും മാധ്യമങ്ങൾ ഇത് കവർ ചെയ്തു. ഇപ്പോഴും ഇവിടെ പല ചാനലുകളും കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രത്തോളം രസകരമായി എൻ്റെ ചുറ്റും ഞാൻ പറയാതെ തന്നെ കാണാം സൂര്യകാന്തി പൂക്കൾ പൂവിടർത്തി നിൽക്കുന്ന, കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു ദൃശ്യം കാണാൻ
എന്തോരം ആളുകളാണ് വന്ന് സെൽഫി എടുക്കാനൊക്കെ. നമ്മുടെ ചുറ്റും, എൻ്റെ ചുറ്റും കാണാം, ഒരുപാട് ആളുകൾ വന്നിട്ടുള്ളത് കാണാം സെൽഫി എടുക്കാൻ. കുട്ടികളൊക്കെ ആയിട്ട് വൈകുന്നേരം, പ്രത്യേകിച്ച് ഈ വൈകുന്നേര സമയത്ത് ഉള്ള ആ ഒരു കാഴ്ച കാണാൻ എല്ലാവരും ഒരുപാട്. കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ആയിരുന്നു, അത് കഴിഞ്ഞ് സൺഡേ ആയിരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ നിറയെ ആളുകളാണ്. വിജയന് റെസ്റ്റ് ചെയ്യാൻ സമയമില്ല എന്നുള്ള, വിജയൻ മാത്രമല്ല വിജയൻ കുടുംബം എല്ലാവരും, ചേട്ടൻ, അമ്മ, ഭാര്യ, കൊച്ചു കുട്ടികൾ എല്ലാവരും ചേർന്നാണ് ഈ ഒരു കൃഷി ചെയ്യുന്നതെന്നുള്ളതാണ്. വളരെയധികം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കർഷകനാണ്. ചെറുപ്പക്കാരനാണ്, അല്ലെങ്കിൽ ഒരു പ്രായമുള്ള ആളൊന്നുമല്ല. വേറെ പല ജോലികളും ചെയ്യാവുന്ന നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ ഒരു ആത്മാർത്ഥതയും അല്ലെങ്കിൽ ആ കൃഷിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഈ ഒരു ഫീൽഡിൽ, ഇതിപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്ര വലിയൊരു വരുമാനം ഉണ്ടാവുന്നതോ അങ്ങനെയൊന്നുമല്ല. ഈ ഒരു കൃഷിയോടുള്ള ഒരു പാഷൻ, അതുപോലെ ആ ഒരു സന്തോഷം, അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം, അത് മാത്രമാണ് അദ്ദേഹത്തിന് ഇതിനൊരു കൈമുതൽ. പിന്നെ ഇങ്ങനെ ആൾക്കാർ വന്ന് കാണുമ്പോഴുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ, അപ്പോൾ നമുക്ക് എന്താ പറയുക, അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റൂല. അത്രയും ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഏറ്റവും ഒരു ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് എല്ലാവർക്കും കൂടെ വിജയൻ ചേട്ടൻ ഒരുക്കി തന്നിട്ടുള്ളത്. വിജയന് ഈ പൂക്കൃഷി കൊണ്ട് ലാഭം വല്ലതും കിട്ടാറുണ്ട്? ഈ പൂക്കൃഷി കൊണ്ട് ഇതൊന്നും ലാഭം കിട്ടാനുള്ള സാധ്യത കുറവാണ്. എന്നുവെച്ചാൽ മറ്റേ ബന്ദി കൃഷി ആയിരുന്നെങ്കിൽ നമുക്ക് ലാഭം ഉണ്ടായിരുന്നേന്. പക്ഷെ ഇത് സൂര്യകാന്തി ആയതുകൊണ്ട് അതിൻ്റെ എണ്ണയ്ക്ക് വേണ്ടിയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇവിടെ അതിന് പറ്റിയ മില്ലൊന്നുമില്ല. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ പാലക്കാടും മറ്റു സ്ഥലത്തൊക്കെയാണ്. അപ്പോൾ അത് ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഇതിൽ നിന്നൊരു നേട്ടം ഉണ്ടാവില്ല. പക്ഷേ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്നു. വ്യത്യസ്തമായ കുറേ സ്കൂൾ വിദ്യാർത്ഥികളടക്കം കുറേ എല്ലാവരും വന്നത് കണ്ട് അതാണ് ഒരു വലിയൊരു എനർജിയായി. അത് വലിയ സന്തോഷമാണ്. എങ്ങനെയാണ് വിജയൻ, ആരൊക്കെയുണ്ട് ഇതിന്റെ കൂടെ? എൻ്റെ കുടുംബം, പിന്നെ നമ്മുടെ ചേച്ചിമാരൊക്കെ ഉണ്ട്. എല്ലാവരും ഇതിൽ സഹായിക്കുന്നുണ്ട്. മെയിൻ അമ്മ ആണ് ഇതിൻ്റെ മൊത്തമായിട്ട് മെയിനായിട്ടുള്ള ആള്. അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത്ര 80 വയസ്സ് അടുക്കയായി. എന്നാലും അമ്മ, ഞങ്ങൾ രാത്രിയൊക്കെ നിന്നാണ് ഇവിടെ പണിയെടുക്കുന്നത്. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അമ്മ ഇപ്പോൾ രാത്രി ഒക്കെ വന്ന് ഒരു 10 മണി വരെയൊക്കെ നമ്മളുടെ ഒപ്പം കൂടി നിന്ന് സഹായിക്കും. അമ്മ എങ്ങനെയുണ്ട് നമ്മുടെ സൂര്യകാന്തി? എങ്ങനെയുണ്ട്? സൂര്യകാന്തി തരക്കേടില്ല, നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടല്ലോ. ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരൊക്കെ വന്നോ കാണാനായിട്ട്? വന്നോ? അവരൊക്കെ എന്താ ചോദിച്ചേ? ആരെന്താ ചോദിക്കണം? നല്ലതാണെന്ന് പറഞ്ഞു. നല്ലതെന്ന് പറഞ്ഞല്ലേ? ഓ, അമ്മയ്ക്ക് ഇപ്പോഴും നടക്കാൻ ബുദ്ധിമുട്ടല്ലേ? എന്നാലും ഇതിനിടയിൽ കൂടെ ഒക്കെ വരുമോ ഇതൊക്കെ നോക്കാനും? അത് ഇങ്ങനെയുള്ള മക്കളുടെ കൂടെ ഇപ്പോഴും ഇങ്ങനെ ആരോഗ്യം കൊണ്ട് പറ്റില്ലല്ലോ, പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ സഹായിക്കാറുണ്ടോ? ഉണ്ട്. എറണാകുളം ADM അദ്ദേഹത്തിന് ഒരു സ്മാർട്ട് ഫോൺ ഇല്ലായിരുന്നു. ആ സ്മാർട്ട് ഫോൺ തന്നെ അദ്ദേഹം പറയാതെ തന്നെ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നപ്പോഴാണ് ഇത് ആരാണ് ഈ ഫോൺ അയച്ചതെന്ന് പോലും പുള്ളിക്ക് അറിയില്ലായിരുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹം ഇത് മനസ്സിലാക്കുന്നത്. എറണാകുളം ADM ആണ് അദ്ദേഹത്തിന് സ്മാർട്ട് ഫോൺ എത്തിച്ചു കൊടുത്തതെന്ന്. അപ്പോൾ അത്രത്തോളം ഒരു ജനകീയനായ, നമ്മുടെ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന, അതുപോലെ തന്നെ വിഷരഹിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കാനായിട്ട് വളരെ ശ്രമം നടത്തുന്ന ആളാണ് വിജയൻ. ഒരുപാട് പൂക്കൾ നിറഞ്ഞ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര മനോഹരമായിട്ട് ഇതിനു വേണ്ടി പ്രയത്നിച്ച വിജയൻ എന്ന ഒരു പ്രകൃതി ഭംഗിയുടെ മനുഷ്യനാണ് വിജയൻ. പിന്നെ ആരൊക്കെയാണ് കൂടെ ഉള്ളതെന്ന് പരിചയപ്പെടുത്തി? ഇത് എൻ്റെ മൂത്ത ചേട്ടനാണ്, പേര് ഷാജി എന്നാണ്. ഇത് രണ്ടാമത്തെ ചേട്ടൻ ശശി എന്നാണ്. ഇത് മൂന്നാമത്തെ ചേട്ടൻ ഗിരീഷ് എന്നാണ്. അപ്പൊ കുടുംബം ഒന്നടങ്കം തീർച്ചയായിട്ടും കൃഷിയോടൊപ്പം ഈ സൂര്യകാന്തി പൂക്കളോടൊപ്പം, അതുകൂടാതെ ഓണത്തിന് ഉൾപ്പെടെ കുഞ്ഞു പിള്ളേരുണ്ട്, ചേട്ടന്റെ പിള്ളേരുണ്ട്. ഇവളൊക്കെയാണ് ഈ നനയ്ക്കാനും മറ്റു കാര്യത്തിനൊക്കെ എല്ലാം എപ്പോഴും ഉണ്ടാവും. പിന്നെ ചേച്ചി, അവിടെ നിൽക്കുന്ന ചേച്ചി നമ്മുടെ, അപ്പൊ അവരെല്ലാവരും സഹായിക്കണോണ്ടാണ്. അല്ലെങ്കിൽ ഇതിന്ന് ലാഭം കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, ഇത് ലാഭം കിട്ടില്ല എന്ന് പറഞ്ഞിട്ടും നമ്മളോട് കൂടി സഹകരിക്കണോണ്ടാണ് ഇത് വിജയിച്ചത്. പൈസ നമുക്ക് ഉണ്ടാക്കാം. ഇതുപോലെ ഇത്രയും ആളുകൾ ഇവിടെ നിന്നിപ്പോ കാക്കനാടോ അല്ലെങ്കിൽ എറണാകുളത്തുള്ള ആളുകൾ മാത്രമല്ല ഇവിടെ വന്നിട്ടുള്ളത്. അതെ, നിരവധി സ്ഥലത്തുനിന്ന് വിജയനെയും ഈ കുടുംബത്തെയും തേടി ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. അത് ഇപ്പൊ വന്നപ്പോ തന്നെ ഒരുപാട് മാധ്യമ പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത്രത്തോളം നല്ലൊരു അംഗീകാരമാണ്. സന്തോഷം കൊണ്ട് തുതിയൂർ പ്രദേശത്ത് ഇതുപോലെയുള്ള ഒരു സ്ഥലത്ത്, പ്രത്യേകിച്ച് തുതിയൂർ തൃക്കാക്കരയുടെ വികസനങ്ങളൊന്നും എത്താത്തൊരു പ്രദേശമായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് വിജയനെ പോലുള്ള ആളുകൾ ഈ തുതിയൂർ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ലോകത്തെ അല്ലെങ്കിൽ സമൂഹത്തെ അറിയിക്കുകയല്ലേ? തീർച്ചയായിട്ടും അതെ. അത് ഒരു
സന്തോഷമുള്ള കാര്യമാണ്. അത് പറയാൻ പറ്റാത്ത രീതിയിലാണ് വെച്ചാൽ നമുക്ക് കണ്ണീന്ന് വരെ വെള്ളം വന്നു തോന്നും. അത്രക്ക് ഇതാണ് എമോഷണൽ ആയി പോണ കാര്യം. കേവലം സന്തോഷം കൊണ്ടല്ലേ? പിന്നെ തീർച്ചയായിട്ടും കൊണ്ട് സന്തോഷം നാട് കൊണ്ടുള്ള കണ്ണ് എന്നെ അറിയപ്പെട്ട്, ഈ നാടും അറിയപ്പെട്ട്, തൃക്കാക്കര അറിയപ്പെട്ട്, നിങ്ങളുടെ കുടുംബത്തെ ഒന്നാകെ അറിയപ്പെട്ടു. അതെ അല്ലേ? അങ്ങനെ അറിയപ്പെട്ടു. ഏതായാലും നന്നായിട്ട് വരട്ടെ. ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ, അതോടൊപ്പം സമൂഹത്തിനും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, പ്രത്യേകിച്ച് ജൈവ കൃഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണ്. ഇനിയും അതുപോലെ നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. നന്ദി.